ആരംഭിക്കുന്നത് ബോൾട്ട് എന്റർപ്രൈസസിന്റെ സിഇഒ ഓഫീസിൽ നിന്നുമാണ്. കമ്പനിയുടെ സിഇഒ ഗോഡ്ഡാർഡ് ബോൾട്ടിനെ നമ്മൾ പരിചയപ്പെടുന്നു. തന്റെ പ്രോപ്പർട്ടി ബിസിനസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ബോൾട്ട് അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളിൽ ഒരാളാണ്. $6.4 ബില്യൺ വരുമാനമാണ് 1991 കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കാര്യം അയാൾ ഒരുപാട് സമ്പന്നനാണെങ്കിലും അയാൾക്ക് വലിയ മനസ്സലിവേ ഉണ്ടായിരുന്നില്ല. എല്ലാം അയാൾക്ക് ബിസിനസ് മാത്രമായിരുന്നു. ആളുകളുടെ മനോഗതിയോ ആളുകളോടുള്ള അനുതാപമോ സഹതാപമോ ഒന്നും അയാളെ തൊട്ടുതീണ്ടിയിരുന്നില്ല. പാവപ്പെട്ട എത്രയോ ആളുകളുടെ സ്ഥലം പിടിച്ചെടുത്തപ്പോഴുള്ള കണ്ണീര് അയാളുടെ മേൽ വീണിരിക്കുന്നു. പക്ഷെ അയാൾക്ക് അതൊന്നും കൂസലയായിരുന്നില്ല. അവിടെ അടുത്തായി വലിയൊരു ചേരി ഉണ്ടായിരുന്നു. ആ ചേരി പിടിച്ചെടുത്ത് അവിടെ ഒരു 5 സ്റ്റാർ റിസോർട്ട് കെട്ടാൻ ബോൾട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ബോൾട്ടിന്റെ ബിഗ്ഗസ്റ്റ് എനിമിയായ ക്രാസ്വെൽ അങ്ങോട്ടേക്ക് കടന്നു വന്നതും ആ പ്ലാനിൽ ചെറിയ പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. ആ ചേരിയുടെ പകുതി ഭാഗം ബോൾട്ടിന്റെ കയ്യിലും പകുതി ഭാഗം ക്രാസ്വെല്ലിന്റെ കയ്യിലുമായിരുന്നു. ബോൾട്ടിനോട് തനിക്ക് വേണ്ടി ആ സ്ഥലം വിട്ടുതരാൻ വിൽക്കുവാൻ ക്രാസ്വെൽ ആവശ്യപ്പെട്ടു. പക്ഷേ ബോൾട്ട് ഉടനടി അത് നടക്കില്ലെന്ന് പറയുകയായിരുന്നു ചെയ്തത്. ക്രാസ്വെൽ പിന്നാലെ ബോൾട്ടുമായി സംസാരിച്ചു. ആ ഗ്രാമത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതമായിരുന്നു ചെറുപ്പകാലത്ത് താൻ നയിച്ചിരുന്നത്. ബോൾട്ടിനെ പോലെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ടൊന്നുമല്ല താൻ ജനിച്ചു വീണത്. ദാരിദ്ര്യത്തിൽ ജീവിക്കുകയെന്നാൽ എന്താണ് എന്ന് ബോൾട്ടിനെ പോലൊരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ലാൻഡ് തനിക്ക് വേണം, അവിടെ തനിക്ക് ഡെവലപ്മെന്റുകൾ ചെയ്യണം. ക്രാസ്വെൽ അത് പറഞ്ഞെങ്കിലും ബോൾട്ടിന്റെ ഈഗോ ഹാർട്ടായി. തന്റെ പക്കൽ $1 പോലും ഇല്ലായിരുന്നെങ്കിലും ഏതവസ്ഥയിലും താൻ അതിജീവിച്ചേനെ എന്ന് ബോൾട്ട് പറഞ്ഞു. അതങ്ങനെ ഉൾക്കൊള്ളാൻ ക്രാസ്വെല്ലും ഒരുക്കമായിരുന്നില്ല. ഉടനടി ക്രാസ്വെൽ ബോൾട്ടിനെതിരെ വെല്ലുവിളിക്കുകയാണ്. ഒരു മാസക്കാലം ബോൾട്ട് ആ ചേരിയിൽ ഒന്നുമില്ലാത്ത ഒരു പിച്ചക്കാരനെ പോലെ ജീവിച്ചാൽ തന്റെ സ്ഥലം താൻ വെറുതെ വിട്ടു തന്നേക്കാം എന്നായിരുന്നു അത്. ബോൾട്ടിനതിന് സാധിച്ചില്ലെങ്കിൽ ബോൾട്ടിന്റെ സ്ഥലം തനിക്ക് വിട്ടുതരേണ്ടി വരും. മറ്റൊന്നും ചിന്തിക്കാതെ ഉടനടി ബോൾട്ട് ക്രാസ്വെല്ലുമായി ബെറ്റുവെച്ചു. പക്ഷേ ക്രാസ്വെല്ല് പറഞ്ഞു, ബോൾട്ട് അങ്ങനെ പിച്ചക്കാരനായി ജീവിക്കുമ്പോ 3 കണ്ടീഷൻസ് പാലിക്കണം. ആദ്യത്തേത് ബോൾട്ട് ആരാണെന്നോ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നതെന്നോ ആരോടും വെളിപ്പെടുത്താൻ പാടില്ല. രണ്ടാമത്തേത് ബോൾട്ട് കാലിൽ ഒരു ഇലക്ട്രോണിക് ആംഗിൾ ധരിക്കണം. ബൗണ്ടറീസ് വിട്ടുപോയാൽ ആ ആംഗിൾ ശബ്ദമുണ്ടാക്കും. ക്രാസ്വെല്ലിന് വിവരം ലഭിക്കും. 30 സെക്കൻഡിൽ കൂടുതൽ ബൗണ്ടറീസ് വിട്ട് പോവാൻ സാധിക്കില്ല. മാത്രമല്ല ബോൾട്ട് തന്റെ ലുക്കും മാറ്റണം. മീശ വടിക്കുകയും വിഗ്ഗെടുക്കുകയും മോശം കോട്ടും മറ്റും ധരിക്കുകയും വേണം. പിന്നാലെ ബോൾട്ട് തന്റെ മീശയെടുത്തു. ബെറ്റിംഗ് എഗ്രിമെന്റ് കോൺട്രാക്ട് വിശ്വസ്തനായ തന്റെ ലോയറെ ഏൽപ്പിച്ചു. പിന്നാലെ ബോൾട്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പിച്ചക്കാരനായുള്ള ജീവിതം നയിക്കുവാൻ. സമയം രാത്രിയായി. തെരുവിലായിരുന്ന ബോൾട്ടിന് എവിടെ ഉറങ്ങണമെന്നറിവുണ്ടായിരുന്നില്ല. ബോൾട്ട് അടുത്തുള്ള ചെറിയൊരു ലോഡ്ജിലേക്ക് കയറി ചെന്നു. പക്ഷേ അവിടം അതിനോടകം ഫില്ലായി കഴിഞ്ഞിരുന്നു. അതിന്റെ ഓണറോട് ഒരു സ്ഥലം തരുമോ എന്ന് ചോദിച്ച് ബോൾട്ട് കുറച്ചുനേരം വാഗ്വാദത്തിലേർപ്പെട്ടു. നിങ്ങൾ ഇന്ന് തനിക്ക് ആ ബെഡ് തന്നാൽ നിങ്ങൾക്ക് തരാനുള്ള $2.5 പകരം താൻ $20,000 അടുത്ത മാസം തരാം എന്നൊക്കെ ബോൾട്ട് പറഞ്ഞെങ്കിലും ആ ഓണർ അത് ചെവികൊള്ളാനേ തയ്യാറായില്ല. ബോൾട്ടിനെ ഒരു ഭ്രാന്തനെ പോലെ ചിന്തിച്ച അയാൾ ബോൾട്ടിനെ ചവിട്ടിപ്പുറത്താക്കി. ബോൾട്ട് വീണ്ടും പുറത്തിറങ്ങി തെരുവിലൂടെ നടന്നു. ഒടുവിൽ ഒരു പൈപ്പ് കണ്ടതും അതിനുള്ളിൽ ഉറങ്ങാൻ വേണ്ടി കയറിയിരുന്നു. പക്ഷെ അവിടെയും ബോൾട്ടിന് രക്ഷയുണ്ടായിരുന്നില്ല. ഒരു പറ്റം എലികൾ ഓടി വന്നതും ബോൾട്ട് ജീവനും കൊണ്ടോടി. ബോൾട്ട് അവിടെ നിന്ന് എത്തിപ്പെട്ടത് പള്ളിക്ക് മുമ്പിലേക്കായിരുന്നു. പള്ളിയുടെ വാതിലിൽ മുട്ടി ബോൾട്ട് പറഞ്ഞു, എനിക്ക് കിടക്കാൻ ഒരിടം വേണം, എനിക്ക് നന്നായി വിശക്കുന്നുമുണ്ട്. ബോൾട്ടിന് എല്ലാം കൊണ്ടും മതിയായിരുന്നു. പക്ഷേ ബോൾട്ട് വീണ്ടും വീണ്ടും ആ സത്യം മനസ്സിലാക്കുകയായിരുന്നു. താൻ ഓരോ തവണയും പുറത്താക്കപ്പെടുകയാണെന്ന്. മനസ്സില്ലാ മനസ്സോടെ പിച്ചക്കാര് കിടക്കുന്ന പോലെ മറ്റുള്ളവരുടെ വീടിന് വെളിയിലായി ബോൾട്ട് കിടക്കാൻ ആരംഭിച്ചു. പക്ഷേ അതും ബോൾട്ടിനെ പ്രശ്നത്തിലായിരുന്നു കൊണ്ടുവീഴ്ചത്. വാതിൽ തുറന്നപ്പോ ബോൾട്ട് നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ചെന്നു വീണു. വീട്ടുകാരൻ വേസ്റ്റ് ഇട്ടപ്പോ അത് ബോൾട്ടിന്റെ തലയിലും വന്നു വീണു. അടുത്ത ദിവസം ട്രാംപ് എന്ന പേരുള്ള ഒരു പിച്ചക്കാരൻ മൂത്രമൊഴിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്റെ ദേഹത്ത് മൂത്രം വീഴുന്നതറിഞ്ഞ് ബോൾട്ട് ഞെട്ടിയുണർന്നു. ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ച് മൂടി പൊതിച്ചു കിടന്നിരുന്ന ബോൾട്ടിനെ പാവം ട്രാംപ് കണ്ടിരുന്നില്ല. ട്രാംപ് ആകട്ടെ മൂക്ക് ചീറ്റാൻ ആരംഭിച്ചു. കെയർലെസ്സായി ട്രാംപ് അങ്ങനെ മൂക്ക് ചീറ്റുന്ന കണ്ടതും ബോൾട്ട് തന്റെ കർച്ചീഫ് എടുത്ത് അയാൾക്ക് കൊടുത്തു. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് എന്ന തരത്തിൽ ട്രാംപ് ബോൾട്ടിനെ നോക്കിയപ്പോ പറയുന്നുണ്ട്. ബോൾട്ടിനെ പെപ്റ്റോ എന്ന പേരിലായിരുന്നു ട്രാംപ് വിളിച്ചിരുന്നത്. ബോൾട്ടിന് ആദ്യം കാര്യം മനസ്സിലായില്ല. സംഭവം എന്തെന്നാൽ ബോൾട്ടിന്റെ നെറ്റിയിൽ പെപ്റ്റോ എന്നും മഷി പുരണ്ടിരുന്നു. സംഭവം എന്തെന്നാൽ ബോൾട്ട് കിടന്നിടത്ത് ആ കാർഡ്ബോർഡിലുണ്ടായിരുന്ന പേരായിരുന്നു പെപ്റ്റോ ബിസ്മോൾ എന്നത്. അത് ബോൾട്ടിന്റെ തലയിൽ നെറ്റിയിൽ പറ്റിപ്പിടിച്ചതായിരുന്നു. ബോൾട്ട് വീണ്ടും മുമ്പിലേക്ക് തന്റെ യാത്ര തുടർന്നു. നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഒരാൾ കഴിച്ചുവെച്ചതിന്റെ പാതിയെടുക്കാൻ ബോൾട്ട് ഒരു കടയ്ക്ക് മുമ്പിൽ വെച്ച് ശ്രമം നടത്തി. അത്രമേൽ വിശപ്പ്. പക്ഷേ ബോൾട്ടിന്റെ കയ്യിൽ അടികൊള്ളുകയാണ്. ബോൾട്ട് അതോടെ അതുപേക്ഷിച്ച് അവിടെ നിന്ന് പോന്നു. ബോൾട്ട് അതോടെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിയാൻ തുടങ്ങി. വണ്ടിയുടെ ഗ്ലാസ് കഴുകി കൊടുത്തും ഡാൻസ് ചെയ്യാൻ ശ്രമിച്ചുമൊക്കെ പണം നേടാനും ഭക്ഷണം കഴിക്കാനും ബോൾട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ഫലം കണ്ടില്ല. അവശതയിൽ ഒന്നുമില്ലാതെ ബോൾട്ട് നടക്കുന്ന ആ സമയം
സമയത്താണ് രണ്ടുപേർ ബോൾട്ടിനെ കടന്നാക്രമിച്ചത്. ബോൾട്ടിൽ നിന്ന് മോഷണം നടത്താനായിരുന്നു അവരുടെ ശ്രമം. ഭാഗ്യവശാൽ ആ ഭാഗത്ത് മോളി എന്നു പേരുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. ലേഡി അത് കണ്ടതും ഒച്ചയുണ്ടാക്കി വന്ന് പ്രശ്നക്കാരായ രണ്ടുപേരെയും തുരത്തിയോടിച്ചു. ബോൾട്ട് രക്ഷപ്പെട്ടു. ബോൾട്ട് മോളിയോട് ചെന്ന് തന്റെ അടങ്ങാത്ത നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. കുറച്ച് ഗൗരവക്കാരിയാണെങ്കിലും മോളിക്ക് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. തന്റെ കയ്യിലുള്ള എക്സ്ട്രാ ഷൂസില്ലാത്ത ബോൾട്ടിന് മോളി കൊടുത്തു. പിന്നാലെ ഫ്രീ ആയി ഭക്ഷണം കിട്ടുന്ന ഒരിടത്തേക്കും ബോൾട്ടിനെ മോളി കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചധികം ഭക്ഷണം ബോൾട്ടെന്ന് ചോദിച്ചു വാങ്ങിയിരുന്നു. മോളി ബോൾട്ടുമായി തന്റെ പരിചയക്കാരായ ഫ്യൂംസിനും സെയിലറിനും അടുത്തു ചെന്നിരുന്നു. അവരും ബോൾട്ടിനെ പോലെ പിച്ചക്കാരോ വീടില്ലാത്തവരോ തെരുവിൽ അലയുന്നവരോ ആണ്. വളരെയധികം വിശപ്പുണ്ടായിരുന്ന ബോൾട്ട് വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുന്നുണ്ട്. ഇതേ സമയം സെയിലറും ഫ്യൂംസും ഇരുന്ന് മരണത്തെപ്പറ്റിയും പുനർജീവിതത്തെ പറ്റിയുമൊക്കെ സംസാരിക്കുകയായിരുന്നു. മരണശേഷം തനിക്കൊരു പക്ഷിയായി പുനർജനിക്കണമെന്നും ആവശ്യമുള്ള എല്ലായിടത്തും പറന്നു നടക്കണമെന്നുമൊക്കെ ഫ്യൂംസ് തന്റെ ആഗ്രഹം പറഞ്ഞു. ഇതേ സമയം സെയിലറിന് മരണപ്പെട്ടാൽ തന്റെ മൃതശരീരം സ്വാഭാവികമായ രീതിയിൽ സംസ്കരിക്കപ്പെടണമെന്നും ചിതാഭസ്മം കടലിൽ ഒഴുക്കപ്പെടണം എന്നുമായിരുന്നു ആഗ്രഹമുണ്ടായത്. അവിടെ നിന്നും ഇറങ്ങിയപ്പോ ബോൾട്ട് മോളിക്കൊപ്പം തന്നെ പോകുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ അവരൊരു വിവാഹ ആഘോഷം കണ്ടു. അത് കണ്ടതും മോളി കുറച്ച് വല്ലാതായി. മോളി തന്റെ പാസ്റ്റിനെ പറ്റി പറഞ്ഞു. മോളി മുമ്പ് മാരീഡ് ആയിരുന്നു. അവർ പണ്ട് ഒരു ഡാൻസറായി ജോലി നോക്കുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ബ്രോഡ്വേ ഡാൻസർ. ആ സമയത്താണ് വിവാഹം നടക്കുന്നത്. വിവാഹത്തോടെ തന്റെ ജീവിതം നല്ല രീതിയിലാവുമെന്നും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നുമൊക്കെ മോളി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മോളിയുടെ ഭർത്താവ് ഒരു പോഴനായിരുന്നു. അയാളുള്ള കടമൊക്കെ വരുത്തി മോളിയുടെ തലയിലിട്ടു കൊടുത്തു. ശേഷം മുങ്ങുകയും ചെയ്തു. കടം മുഴുവൻ തിങ്ങി ഒടുവിൽ മോളിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വീട് വരെ നഷ്ടപ്പെട്ട് മോളി തെരുവിലാവുകയായിരുന്നു ചെയ്തത്. ആ സമയത്തൊക്കെ മോളി വല്ലാതെ ദുഃഖിതയായി കാണപ്പെട്ടിരുന്നു. ഒരു ദിവസം പോലും കരയാതെ മുമ്പോട്ട് പോയിരുന്നില്ല. ബോൾട്ടും തന്നെ പറ്റി പറഞ്ഞു. തനിക്കും നല്ലൊരു കുടുംബമുണ്ടാക്കാൻ സാധിച്ചില്ല. ജീവിതത്തിലുടനീളം പണത്തിന്റെ പുറകെയുള്ള ഓട്ടമായിരുന്നു താൻ. ഭാര്യയ്ക്കൊന്നും കൊടുക്കാൻ സമയമുണ്ടാവില്ല എന്ന് കരുതി വിവാഹം പോലും കഴിച്ചില്ല. മോളിയും ബോൾട്ടും സംസാരിച്ച് മുമ്പോട്ട് നടന്നുകൊണ്ടിരുന്നു. ഇതേ സമയം മറുവശത്ത് നേരത്തെ ബോൾട്ടിനെ ആക്രമിച്ച പ്രശ്നക്കാരായ രണ്ടുപേരുണ്ടല്ലോ, അവർ മോളിയുടെ ഇടത്തേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന മോളിയുടെ വസ്തുക്കളൊക്കെ തീയിട്ട് കത്തിച്ചു കളഞ്ഞു. മോളി അങ്ങോട്ടേക്ക് എത്തിയപ്പോ കണ്ടത് കത്തിക്കരിയുന്ന തന്റെ ഇടമാണ്. മോളി വല്ലാതെ സങ്കടപ്പെട്ടു. ആകെയുണ്ടായിരുന്ന കിടപ്പാടവും കിടക്കുന്ന ഇടവുമാണ് മോളിക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. മോളിക്കങ്ങനെ വെറുതിരിക്കാൻ പറ്റില്ലായിരുന്നു. സെയിലറെയും ഫ്യൂംസിനെയും ബോൾട്ടിനെയും കൂടെ കൂട്ടി ആ പ്രവർത്തികൾ ചെയ്ത രണ്ടുപേർക്കെതിരെ ചെറിയൊരു പണി കൊടുക്കാൻ പ്രതികരിക്കാൻ മോളി തീരുമാനിച്ചു. ബോൾട്ടിനെ അവർക്ക് മുമ്പിലേക്ക് ഇരയായി ഇട്ടുകൊടുത്ത് അവരെ പിടികൂടി നല്ലൊരു പണി കൊടുക്കാനായിരുന്നു മോളിയുടെ പദ്ധതി. പ്രശ്നക്കാരായ രണ്ടുപേരുള്ള ഇടത്തേക്ക് ബോൾട്ട് അങ്ങനെ ചെല്ലുകയാണ്. അവരിരുവരും താമസിക്കുന്നിടത്തേക്ക് കടന്നു ചെന്ന ബോൾട്ട് അവരോടുള്ള ദേഷ്യം കൊണ്ടും മറ്റും അവർക്ക് മുമ്പിൽ ചെന്ന് അവരെ വെല്ലുവിളിച്ചു. അവർക്ക് മേലൊരു ആക്രമണം നടത്തി മോളിയും കൂട്ടുകാരും കാത്തിരിക്കുന്ന ചൈനീസ് റെസ്റ്റോറന്റിലേക്ക് ബോൾട്ട് ഓടുകയാണ്. പ്രശ്നക്കാരായ രണ്ടുപേരും ബോൾട്ടിന് പിന്നാലെ ഓടിച്ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ മോളിയുടെ പദ്ധതി പാളി. ബോൾട്ടിനെ പിടികൂടി രണ്ട് പ്രശ്നക്കാരായവരും തല്ലാൻ തുടങ്ങി. ആ സമയം ബൗണ്ടറിയുടെ ഭാഗത്തേക്ക് ബോൾട്ട് എത്തിയിരുന്നു. അവർ ബോൾട്ടിനെ തല്ലിയിട്ടതും ബോൾട്ട് ബൗണ്ടറിക്ക് പുറത്തേക്ക് വീണു. ആംഗിളിൽ നിന്ന് ബീപ്പ് ശബ്ദം വരാൻ തുടങ്ങി. 30 സെക്കൻഡിനകം ബൗണ്ടറിക്ക് അകത്തേക്ക് തിരികെ കയറണം. ബോൾട്ട് വീണ്ടും പ്രശ്നക്കാരവരുടെ ഇടയിലേക്ക് ഓടിച്ചെന്നു. മോളി ഇതൊക്കെ കണ്ട് ബോൾട്ടിന്റെ ധൈര്യമാണെന്ന് കരുതി വളരെ ഇംപ്രസ്ഡ് ആവുന്നുണ്ടായിരുന്നു. ഫ്യൂംസും സംഘവും എത്തി പ്രശ്നക്കാരുടെ ദേഹത്തേക്ക് അഴുക്കുവെള്ളമൊഴിച്ച് അവർക്കൊരു പണി കൊടുക്കുക കൂടി ചെയ്തു. ആ വിവരം ക്രാസ്വെല്ലിന്റെ ചെവിയിലും എത്തിയിരുന്നു. ബോൾട്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് അടികൊണ്ടിട്ടും ബോർഡർ ക്രോസ് ചെയ്യാതെ അങ്ങനെ പിടിച്ചു നിന്ന വിഷയമൊക്കെ ബോൾട്ട് ഈ ബെറ്റിംഗ് സംഭവം സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്ന് ക്രാസ്വെൽ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തുടർന്നാൽ ബോൾട്ട് വിജയിക്കും എന്ന് ക്രാസ്വെല്ലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ക്രാസ്വെല്ലാണെങ്കിൽ ബെറ്റിനെ സീരിയസ് ആയി കണ്ടിരുന്നുമില്ല. ബോൾട്ടിനെ എങ്ങനെയും പരാജയപ്പെടുത്തണം എന്ന് ക്രാസ്വെൽ ചിന്തിക്കാൻ ആരംഭിക്കുകയാണ്. ഇതേ സമയം മറുവശത്ത് ബോൾട്ടിനെ സെയിലറും മറ്റും പരിക്കുകളിൽ ട്രീറ്റ് ചെയ്തിരുന്നു. മോളിയുടെയും ബോൾട്ടിന്റെയും ഷെൽട്ടർ തന്നെ നഷ്ടപ്പെട്ടിരുന്നല്ലോ. അതുകൊണ്ട് സെയിലറും ഫ്യൂംസും ചേർന്ന് ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിച്ച് അവർക്ക് ചെറിയൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ രാത്രിയിൽ അടുത്ത സംഭവമുണ്ടായി. ശക്തമായ മഴ പെയ്തു. നദി കവിഞ്ഞൊഴുകി കരയിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ ഷെൽട്ടർ കാർഡ്ബോർഡ് ഹോംസ് അടക്കം ഒഴുകിപ്പോയിരുന്നു. അവിടെ നിന്നും അഭയം നേടാൻ സാധാരണ പോകുന്നിടത്തേക്ക് അവർ പോയെങ്കിലും അവിടവും അടച്ചുപൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന ഒരിടത്ത് ആകാശം നോക്കി തെരുവിൽ അവർക്ക് കിടക്കേണ്ടി വന്നു. അവിടെ അങ്ങനെ കിടക്കുമ്പോ തന്റെ വിധിയോർത്ത് ബോൾട്ട് സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. മഴയും കാലാവസ്ഥാ മാറ്റവും സെയിലറെയാകെ വല്ലാതാക്കിയിരുന്നു. സെയിലർക്ക് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. രോഗാവസ്ഥ വർദ്ധിച്ച് ബുദ്ധിമുട്ടനുഭവപ്പെട്ടു. ശ്വാസം മുട്ടൽ തുടങ്ങി. കിടക്കാൻ പോലും പറ്റാതെ സെയിലർ എഴുന്നേറ്റ് നടന്നു പോവുകയാണ്. പിറ്റേന്ന് പുലർച്ചെ ഫ്യൂംസ് ഉണരുമ്പോ സെയിലറെ കാണുന്നുണ്ടായിരുന്നില്ല. ഫ്യൂംസ് അതോടെ മോളിയെയും ബോൾട്ടിനെയും വിളിച്ചുണർത്തി.
അവർ സെയിലറെ അന്വേഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെ സെയിലറെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ബോൾട്ടിന്റെ കണ്ണിൽ അത് പെട്ടത്. വീടില്ലാത്ത പിച്ചക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അനക്കമില്ലാതെ കിടക്കുന്നു. അടുത്ത് ചെന്ന് ബോൾട്ട് നോക്കി. മരണപ്പെട്ട് കിടന്നിരുന്നത് സെയിലറായിരുന്നു. സെയിലറെ അങ്ങനെ കണ്ടതും ബോൾട്ടിന് വല്ലാത്ത ദുഃഖം അനുഭവപ്പെട്ടു. തലേന്ന് ആരാലും ടേക്ക് കെയർ ചെയ്യപ്പെടാതെ സെയിലർ എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കും, എത്രത്തോളം വേദനയിലൂടെയായിരിക്കും അയാൾ മരണത്തിന് കീഴ്പ്പെട്ടത് എന്നുള്ള ചിന്തയൊക്കെ ബോൾട്ടിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. സെയിലറിന്റെ ആഗ്രഹം പോലെ സെയിലറിന്റെ മൃതദേഹം സംസ്കരിക്കാൻ ഫ്യൂംസും മോളിയും ബോൾട്ടും ചേർന്ന് തീരുമാനിച്ചു. സംസ്കാരശേഷം ചിതാഭസ്മവുമായി അവർ കടൽക്കരയിലേക്ക് വന്നു. സെയിലറിന്റെ ആഗ്രഹം പോലെ നല്ലൊരു കുടത്തിൽ ചിതാഭസ്മം നിറച്ചു വാങ്ങുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു ബോക്സിലായിരുന്നു അവർ ചിതാഭസ്മം കൊണ്ടുവന്നത്. ചിതാഭസ്മം കടലിൽ നിമഞ്ജനം ചെയ്യാൻ ഏവരും ഏൽപ്പിച്ചത് ബോൾട്ടിനെയായിരുന്നു. ബോൾട്ട് തയ്യാറായി നിന്നു. ഒരു വശത്ത് സെയിലറിന്റെ മരണത്തിൽ ബോൾട്ട് ദുഃഖിതനായപ്പോഴും മറ്റൊരു വശത്ത് എന്തോ ഒരു ആശ്വാസം ബോൾട്ടിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്തെന്നാൽ സെയിലറിന് ഇനി തെരുവിൽ കിടന്ന് രോഗാവസ്ഥയാൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. എവിടെയാണെന്നുണ്ടെങ്കിലും പുനർജന്മത്തോടെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സുഖമായി സെയിലറിന് ജീവിക്കാമല്ലോ. ബോൾട്ട് ചിതാഭസ്മം കടലിലേക്ക് എന്ന പോലെ എറിഞ്ഞു. പക്ഷേ കാറ്റുകൊണ്ട് അത് അവർക്കെതിരെ തന്നെ വന്ന് വീണിരുന്നു. നാളുകൾ കടന്നുപോയി. അങ്ങനെ ബോൾട്ട് ഒടുവിൽ തന്റെ ബെറ്റ് സക്സസ്ഫുള്ളായി വിജയിക്കുന്ന ദിവസമെത്തി. ബോൾട്ടിന് അന്ന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഒപ്പം പണക്കാരനായിരുന്നപ്പോൾ ദൈവത്തിനെ താൻ വിസ്മരിച്ചല്ലോ എന്നതോർത്ത് ദുഃഖവും. നിലവിൽ ഒരു ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ബോൾട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ബോൾട്ടിന്റെ ഉള്ളിൽ സിമ്പതിയും എമ്പതിയും എല്ലാം നിറഞ്ഞിരുന്നു. നല്ലൊരു മനസ്സുള്ള മനുഷ്യനായി ബോൾട്ട് മാറിയിരുന്നു. ബോൾട്ട് നേരെ മോളിക്കടുത്തേക്ക് ചെന്നു. ഷാമ്പയിൻ ബോട്ടിലുമായി മോളിക്കടുത്തെത്തിയ ബോൾട്ട് അത് കുടിച്ച് ആഘോഷിക്കാൻ പറഞ്ഞു. ആ ഒരു അവസരത്തിൽ മോളിയുമായി താൻ പ്രണയത്തിലായി എന്ന് ബോൾട്ട് തിരിച്ചറിയുക കൂടിയായിരുന്നു. അവരന്നൊന്നിച്ച് ബോൾട്ടിന്റെ വിജയം സെലിബ്രേറ്റ് ചെയ്തു. അവർ ഡാൻസ് ചെയ്തു. ശേഷം ബോൾട്ട് മോളിയെയും കൂട്ടി തന്റെ കൊട്ടാര സമാനമായ വീട്ടിലേക്ക് പോവുകയാണ്. അവർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോ പണ്ട് ബോൾട്ട് പറഞ്ഞ പോലെ അവിടെ ഒരു പാർട്ടി അരങ്ങേറുകയായിരുന്നു. പിച്ചക്കാരുടെ വേഷത്തിലായതുകൊണ്ട് ബോൾട്ടിനെ ആദ്യം ആരും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അവർ ശ്രദ്ധിക്കപ്പെട്ടു. ബോൾട്ട് പിന്നാലെ ബെറ്റിനെ പറ്റിയും കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്ന ക്രാസ്വെല്ലിനോട് സംസാരിച്ചു. പക്ഷേ ഒന്നും അറിയാത്ത ഭാവത്തിലായിരുന്നു ക്രാസ്വെൽ തിരികെ പെരുമാറിയത്. ബോൾട്ടിന്റെ ലോയറും ക്രാസ്വെല്ലിന്റെ കൂടെ ചേർന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ക്രാസ്വെൽ ബോൾട്ടിന്റെ ലോയറെ വിലക്കെടുത്തിരുന്നു. ബോൾട്ടിന് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് ബോൾട്ടിന്റെ സ്വത്തുക്കളൊക്കെ മരവിപ്പിച്ചിരുന്നു. ബോൾട്ട് ഒന്നുമല്ലെന്ന മട്ടിലൊക്കെ ക്രാസ്വെൽ പറഞ്ഞതും ബോൾട്ടിനെ അത് ചൊടിപ്പിക്കുന്നുണ്ട്. ബോൾട്ട് ദേഷ്യത്തിൽ അവിടെ വെച്ച് പെരുമാറി. ബോൾട്ട് അതോടെ വീണ്ടും തെരുവിലേക്ക് എറിയപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്ന് ബോൾട്ടിനൊരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. കൂടെയുണ്ടായിരുന്നവർ തന്നെ ബോൾട്ടിനെ ചതിച്ചിരുന്നു. ഇനി ആരോട് എന്തു പറഞ്ഞ് സത്യങ്ങൾ ബോധിപ്പിച്ചാണ് തന്റെ വസ്തുക്കൾ തനിക്ക് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുക എന്ന് ബോൾട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. ക്രാസ്വെൽ ബോൾട്ടിന്റേതൊക്കെയും കൈവശപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പൈസ 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 എന്ന ചിന്ത ബോൾട്ടിനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തുടങ്ങി. ഒരു പിച്ചക്കാരൻ താൻ വളരെ പണക്കാരനാണ് എന്ന മട്ടിൽ ബോൾട്ടിനോട് പറഞ്ഞപ്പോ നിയന്ത്രണം വിട്ട ബോൾട്ട് അയാളെ തല്ലി. എന്റെ അത്രയും സമ്പത്ത് ഇവിടെ ആർക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ആ തല്ലുകൂടൽ പ്രശ്നം നടക്കുമ്പോ പോലീസ് എത്തി ബോൾട്ടിനെ പിടിച്ചുമാറ്റി. ബോൾട്ട് വീണ്ടും മെന്റൽ സ്ട്രെസ് കൊണ്ട് പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒടുവിൽ ബോൾട്ടിനെ ഒരു മെന്റൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടും ജീവിതമാകെ നാറിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ ബോൾട്ട് പറയുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ബോൾട്ടിന് മാനസിക രോഗമാണെന്ന് കരുതി മയക്കുമരുന്ന് കുത്തിവെച്ചു. അതോടെ ബോൾട്ട് തളർന്ന് മാനസിക രോഗാശുപത്രിയിൽ കിടക്കാൻ തുടങ്ങി. ബോൾട്ടിന്റെ അവസ്ഥയിൽ മോളിക്ക് ദുഃഖം തോന്നിയിരുന്നു. മോളി ബോൾട്ടിനെ കാണാൻ ആശുപത്രിയിലെത്തി. ബോൾട്ടിനോട് സംസാരിച്ച് ബോൾട്ടിനെ ആശ്വസിപ്പിച്ചു. ബോൾട്ടിനിപ്പോ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ലെന്നും തോറ്റു കൊടുക്കരുതെന്നും ഫൈറ്റ് ചെയ്യണം എന്നും മോളി പറഞ്ഞു. പോക്കറ്റിൽ ഒരു തുള്ളി പണമില്ലാതെ ബോൾട്ട് അതിജീവിച്ചവനാണെന്നും അതുകൊണ്ട് തന്നെ ഇനിയും അതിജീവനം ബോൾട്ടിനൊരു പ്രശ്നമാവില്ല എന്നും മോളി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും ജീവിക്കണം, പൊരുതണം എന്ന് മോളി ആത്മാർത്ഥമായി തന്നെ ബോൾട്ടിനോട് പറഞ്ഞു. താൻ സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുത്താൻ മോളി വീണ്ടും ആഗ്രഹിച്ചിരുന്നില്ല. ഇനിയുള്ള ജീവിതകാലം ബോൾട്ടിനൊപ്പം ജീവിക്കണം എന്ന് മോളി ആഗ്രഹിച്ചിരുന്നു. മോളി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതും കുറച്ച് മോശം അവസ്ഥയിലായിരുന്ന ബോൾട്ട് അബോധാവസ്ഥയിൽ നിന്ന് ബോധത്തിലേക്ക് തിരിച്ചു വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ക്രാസ്വെല്ല് ചേരി പ്രദേശത്ത് തന്റെ പുതിയ കൺസ്ട്രക്ഷൻ ആരംഭിക്കാൻ തുടങ്ങുകയായിരുന്നു. അതിനുവേണ്ടിയുള്ള വലിയ മീറ്റിംഗ് ക്രാസ്വെല്ലും സംഘവും സംഘടിപ്പിച്ചു. ബോൾട്ടും അത് കണ്ടിരുന്നു. ബോൾട്ടിന് പെട്ടെന്നൊരാശയം തോന്നി. തെരുവിൽ ജീവിക്കുന്നവരുടെ ഇടമാണത്. അതാണ് ക്രാസ്വെല്ലിന്റെ കമ്പനി നശിപ്പിക്കാൻ നോക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കണം. ബോൾട്ട് തന്നെ തെരുവിൽ ജീവിക്കുന്നവരുമായി വലിയ തോതിൽ സംസാരിച്ചു. ക്രാസ്വെല്ലിന്റെ കമ്പനിക്കെതിരെ പടനയിക്കാൻ അവർക്ക് പ്രചോദനം പകർന്നു. നിങ്ങളുടെ ഇടം നിങ്ങൾ വിട്ടുകൊടുക്കരുത്, നിങ്ങളുടെ അവകാശമാണത് എന്ന ബോൾട്ടിന്റെ വാക്കുകൾ ഓരോ തെരുവിൽ ജീവിക്കുന്നവരുടെയും നെഞ്ചിലെ കാഴത്തിൽ പതിച്ചിരുന്നു. പക്ഷേ ഒന്നിനുമെതിരെ പ്രതികരിക്കാൻ തയ്യാറാവാതെ അവരൊക്കെ പോവാൻ തുടങ്ങി. പെട്ടെന്നാണ് മോളി ഒരു കാര്യം പറഞ്ഞത്. മീറ്റിംഗ് നടക്കുന്നിടത്ത് ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട്.
ആവശ്യമുണ്ടെന്ന്. പിന്നെ പറയണ്ടല്ലോ, സെറമണി നടക്കുന്നിടത്തേക്ക് തെരുവിൽ ജീവിക്കുന്നവർ ഒരു സംഘമായി പാഞ്ഞെത്തി അവിടെ പ്രശ്നങ്ങൾ തീർക്കാനും സെറമണി അട്ടിമറിക്കാനും തുടങ്ങി. ആവശ്യമുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം എടുത്ത് ആർത്തിയോടെ കഴിച്ചു. ഹോപ്പ് ഇതിനിടയിൽ അവസരം മുതലെടുത്ത് ക്രാസ്വെല്ലിനും ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു പിച്ചക്കാരന്റെ സഹായവും അതിനുവേണ്ടി അയാൾ ഉപയോഗപ്പെടുത്തി. കൺസ്ട്രക്ഷൻസ് മെഷീൻ ഉപയോഗിച്ചും അവരിരുവരും ഫൈറ്റ് ചെയ്തു. ഒടുവിൽ ക്രാസ്വെല്ലിനെ മെഷീനിന്റെ സഹായത്തോടെ ബോൾട്ട് തൂക്കിയെടുത്തു. ബോൾട്ടിനാണെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ക്രാസ്വെല്ലിനെ ജീവൻ കൊണ്ട് ബോൾട്ട് ഭീഷണിപ്പെടുത്തി. ആ ഒരു അവസരത്തിൽ ക്രാസ്വെല്ലിനെ കൊണ്ട് പഴയ ബെറ്റ് ഓർമ്മിപ്പിച്ചെടുത്ത ബോൾട്ടാണ് വിന്നർ എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയിപ്പിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന TV ചാനലുകൾ അടക്കം അത് ഷൂട്ട് ചെയ്തെടുത്ത് സംപ്രേഷണം ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബോൾട്ടിന്റേതായ എല്ലാം തന്നെ തിരികെ ലഭിച്ചു. ബെറ്റിൽ വിജയിച്ച ചേരി പ്രദേശവും ബോൾട്ടിന് തന്നെ വന്നെത്തിയിരുന്നു. ബോൾട്ട് അവിടെ 3 അപ്പാർട്ട്മെന്റുകളും പാർക്കും മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ക്ലിനിക്കും എല്ലാം പണിതു. അവിടുത്തെ സാധാരണക്കാരായ വീടില്ലാത്തവർക്ക് വേണ്ടിയായിരുന്നു അത്. വൈകാതെ മോളിയെ ബോൾട്ട് വിവാഹം കഴിച്ചു. ഏവരും ഗ്രാൻഡ് വെഡ്ഡിംഗ് പ്രതീക്ഷിച്ചപ്പോ വളരെ സിമ്പിളായ ഒരു വിവാഹമായിരുന്നു ബോൾട്ട് നടത്തിയത്. അവരിരുവരും ഒന്നിച്ച് പെപ്റ്റോ എന്ന പേരുള്ള ഒരു കാറിൽ ഹണിമൂണിനായി പുറപ്പെടുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.